ഹലോ തേർഡ് ഇയേഴ്സ്, നമസ്കാരം. നമ്മുടെ ഇന്നലത്തെ ക്ലാസ് തോട്ട് ഡിസോർഡർ ആണ് നമ്മൾ തുടങ്ങിയെങ്കിൽ പോലും നമ്മളത് ഫിനിഷായില്ല. ഡിസോർഡർ കണ്ടൻറ് ഓഫ് തോട്ട് വരെ ആയുള്ളൂ. അതിനകത്തെ കണ്ടൻറ്റിൽ മൂന്നെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു. അവസാനത്തെ ഡെല്യൂഷൻസിലേക്ക് എത്തിയെങ്കിലും നമ്മളത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെല്യൂഷൻസ് ഒക്കെ പറഞ്ഞുള്ളൂ അല്ലേ. നമ്മൾ ഡീറ്റെയിൽഡായിട്ടൊന്നും അങ്ങോട്ട് ഒന്നും പഠിച്ചില്ല. അപ്പം ഇന്ന് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെല്യൂഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞായിട്ട് ഓർക്കുന്നു. പക്ഷേ എന്നാലും ഒന്ന് റിവ്യൂ ചെയ്യുമ്പോൾ എന്താണ് ഡെല്യൂഷൻ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അതായത് വ്യക്തികളുടെ ഒരു അബ്നോർമൽ തോട്ടാണ്. അതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികൾ ചില മിഥ്യാധാരണകൾ പുലർത്തുക, ആരെക്കൊണ്ടും മാറ്റാൻ പറ്റാത്ത ചില ഫോൾസ് അൺഷേക്കബിൾ ബിലീഫ് possessed by a patient, and these false beliefs cannot be changed by anybody. മനസ്സിലായോ? അതായത് വളരെ വിചിത്രമായ ബാലിശങ്ങളായ മിഥ്യാധാരണകൾ ആ വ്യക്തിയുടെ ആണ്. അത് ആ വ്യക്തിയുടെ വിദ്യാഭ്യാസത്തെയോ അല്ലെങ്കിൽ സംസ്കാരം ഒക്കെയുള്ള ആളാണെങ്കിൽ പോലും അതുമായിട്ടും ഒരു ബന്ധവും കാണത്തില്ല. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്ര സംസ്കാരമുള്ള വ്യക്തിയാണെങ്കിലും ഈ പറയുന്ന മിഥ്യാധാരണകൾ മാറ്റാൻ പറ്റില്ല. തന്നെയല്ല, ആർക്കും അത് മാറ്റിയെടുക്കാനും പറ്റില്ല. അങ്ങനെ ഒരു തരം പ്രത്യേക വിചിത്രമായ ഒരു തോട്ട് ഡിസോർഡറാണ് നമ്മൾ ഡെല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴേ ഈ ഡെല്യൂഷൻ എന്ന് പറയുന്നത് ഐ വിൽ ടെൽ യു വൺസ് അഗെയിൻ, ദിസ് ഈസ് false unshakable belief or fixed false belief which cannot be changed by others, and they are not keeping with the educational, social and cultural background of the individual. ഓക്കെ, പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ഡെല്യൂഷൻസ് ഒത്തിരി ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് എൻലിസ്റ്റ് ചെയ്തായിരുന്നു. അതായത് ഡെല്യൂഷൻസ് ഓഫ് പെർസിക്യൂഷൻ, ഡെല്യൂഷൻസ് ഓഫ് റെഫറൻസ്, ഡെല്യൂഷൻസ് ഓഫ് ഗ്രാൻഡിയോസിറ്റി, ഡെല്യൂഷൻ of infidelity, then delusion of control, delusion of guilt, പിന്നെ സൊമാറ്റിക് ഡെല്യൂഷൻ, പിന്നെന്താ നിഹിലിസ്റ്റിക് ഡെല്യൂഷൻ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനിയും ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂഷൻ. ഈ ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം തന്നെ ഫോൾസ് ബിലീഫാണെന്ന് പറഞ്ഞു, അൺഷേക്കബിൾ ബിലീഫാണെന്നും പറഞ്ഞു. അതെപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്കറിയാം ഇത് മിഥ്യാധാരണയാണ്. ഈ ധാരണ ഒട്ടും ശരിയല്ല. ഒരു കാരണവശാൽ ഇത് ശരിയല്ല. പേഷ്യൻ്റുള്ള ഈ ധാരണ മാറ്റിയെടുക്കാൻ പറ്റില്ല. പേഷ്യൻ്റെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസിനോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമായിട്ട് ഒത്തുപോകുന്നതല്ല. അതാണ് ഡെല്യൂഷൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനകത്തെ ഫസ്റ്റ് ടൈപ്പാണ് ഡെല്യൂഷൻസ് ഓഫ് പെർസിക്യൂഷൻ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിയർ ദ പേഷ്യൻ്റ് ഹാസ് എ ഫോൾസ് ഐഡിയ ദാറ്റ് പീപ്പിൾ ആൻഡ് അതേഴ്സ് ആർ എഗൻസ്റ്റ് ഹിം. അതായത് എല്ലാ ആൾക്കാരും എനിക്ക് ശത്രുക്കളാണ്. ആൻഡ് ദേ ആർ പ്ലാനിങ് ടു ഡിസ്ട്രോയ് മീ, ഡിസ്റ്റർബ് മീ ഓർ കിൽ മീ. അതായത് എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ, അതാരായിക്കോട്ടെ, വീട്ടുകാരാകാം, നാട്ടുകാരാകാം, ഫ്രണ്ട്സ് ആകാം, കൊളീഗ്സ് ആകാം, ആരായാലും അവരെല്ലാം തന്നെ എനിക്ക് എഗൻസ്റ്റ് ആണെന്നും അവർ എന്നെ ഡിസ്റ്റർബ് ചെയ്യാനും കില്ല് ചെയ്യാനും വരെയുള്ള താല്പര്യത്തോടെ നടക്കുന്നതാണെന്നുള്ള ഒരു പേഷ്യൻ്റെ മിഥ്യാധാരണയാണ് ഡെല്യൂഷൻസ് ഓഫ് പെർസിക്യൂഷൻ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഡെല്യൂഷൻസ് ഓഫ് റെഫറൻസ്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ദാറ്റ് പേഷ്യൻ്റ് ഹാസ് എ ഫോൾസ് ഐഡിയ ദാറ്റ് ദ പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് മീ ആൻഡ് എസ്പെഷ്യലി എഗൻസ്റ്റ് മീ. അതായത് എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം തന്നെ എന്നെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. അവർ പറയുന്നതെല്ലാം തന്നെ എനിക്ക് എഗൻസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഒരിക്കലും അവർ സംസാരിക്കുന്നതൊന്നും എനിക്ക് ഫേവറബിളായിട്ടല്ല. അങ്ങനെയുള്ളൊരു പേഷ്യൻ്റെ മിഥ്യാധാരണയാണ് ഡെല്യൂഷൻസ് ഓഫ് റെഫറൻസ്. ആരെങ്കിലും ദൂരെ രണ്ടുപേരും ഒന്ന് സംസാരിച്ചാലും പേഷ്യൻ്റ് പറയും അവരെന്നെ പറ്റിയും ചീത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, കണ്ടോ അവർ സംസാരിക്കുന്നുണ്ടോ, അത് എന്നെപ്പറ്റിയുള്ള ചീത്തയായ കാര്യങ്ങളാണ് എന്നാണ് പേഷ്യൻ്റ് പറയുന്നത്. ഓക്കെ, അതാണ് ഡെല്യൂഷൻസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഡെല്യൂഷൻസ് ഓഫ് ഗ്രാൻഡിയോസിറ്റി. ഈ ഗ്രാൻഡിയർ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം മഹത്തായതെന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ ഹൈ അപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെയാണ്. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ, ഗ്രാൻഡ് GRAND ആണ് ഇവിടെ. അപ്പം ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്, മഹത്തായ കാര്യങ്ങൾ എന്നർത്ഥം. ഇവിടെ ഗ്രാൻഡിയോസിറ്റി, ഡെല്യൂഷൻസ് ഓഫ് ഗ്രാൻഡിയോസിറ്റിയാണ് പേഷ്യൻറ്റിനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഷ്യൻ്റ് വളരെ 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 മഹാനാണെന്നും ഞാൻ വലിയ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണെന്നും ഞാൻ വലിയ VIP ആണെന്നും ഒക്കെയുള്ള പേഷ്യൻറ്റിൻ്റെ ഒരു മിഥ്യാധാരണയ്ക്കാണ് ഡെല്യൂഷൻസ് ഓഫ് ഗ്രാൻഡിയോസിറ്റി എന്ന് പറയുന്നത്. അതായത് പേഷ്യൻ്റ് ഹാസ് എ ഫോൾസ് ഐഡിയ ഓഫ് എക്സാജറേറ്റഡ്
സെൽഫ് ഇമ്പോർട്ടൻസ്. ഈ എക്സാജറേറ്റഡ് എന്നുള്ള വേർഡ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ശരിക്കും അയാൾ അങ്ങനെ അല്ല, അതുകൊണ്ട് അയാൾ പെരുപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറയാറില്ലേ ചിലരൊക്കെ പൊങ്ങച്ചം പറയുകയെന്ന്. ഈ പൊങ്ങച്ചം പറയാന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റെൻറ്റ് വരെ ചില ആൾക്കാരൊക്കെ പറയും. അത് കുറച്ചൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അയാൾ തെറ്റാണ്, ശരിയായ കാര്യങ്ങളല്ല പറയുന്നതെങ്കിൽ നമ്മൾ പറയും അയാൾ പൊങ്ങച്ചം പറയാമെന്ന് പറയും. പക്ഷേ അതൊരു എക്സ്റ്റെൻറ്റ് വരെ മനുഷ്യങ്ങ് ടോളറേറ്റ് ചെയ്യും. പക്ഷേ ഇത് അങ്ങനെയല്ല. അതിലും വലിയ വലിയ ആൾക്കാർക്ക് വിശ്വസിക്കാൻ വയ്യാത്ത മഹത്തായ കാര്യങ്ങൾ അയാൾ പറയുന്നത്. കാരണം പറയും, ചിലപ്പം പറയുമായിരിക്കും, പിന്നെ എൻ്റെ വീട്ടിൽ 5-6 ആനയുണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികളെ റിലേറ്റ് ചെയ്ത് പറയും. അതായത് ശബരിമല അയ്യപ്പനെ എനിക്ക് പണ്ടേ അറിയാം, അദ്ദേഹത്തിന് എനിക്ക് റിലേഷൻഷിപ്പ് ഉള്ള ആളാണ് എന്നൊക്കെ പേഷ്യൻ്റ് പറയും. അല്ലെങ്കിൽ അവിടുത്തെ മെത്രാൻ എൻ്റെ സ്വന്തം എനിക്ക് പണ്ടുതൊട്ടേ അറിയാം, ഞങ്ങളെ വലിയ കൂട്ടുകാരാണ്. അങ്ങനെ ഓരോരുത്തരെയും പറ്റിയും ഇങ്ങനെ അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മഹത്തായ കാര്യങ്ങളും, അയാൾ വലിയൊരാളാണ്, സൊസൈറ്റിയിൽ വലിയൊരു VIP ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്തേ അയാൾ സംസാരിക്കത്തുള്ളൂ. അയാളെപ്പറ്റി തന്നെയല്ല, അയാളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെല്ലാം തന്നെ വലിയ വലിയ ആൾക്കാരാണെന്നുള്ള തരത്തിലാണ് പേഷ്യൻ്റ് എപ്പോഴും സംസാരിക്കുന്നത്. അതാണ് ഡെലൂഷൻസ് ഓഫ് ഗ്രാൻഡ്യോസിറ്റി. സോ പേഷ്യൻ്റ് ഹാസ് എ ഫോൾസ് ഐഡിയ ഓഫ് എക്സാജറേറ്റഡ് സെൽഫ് ഇമ്പോർട്ടൻസ്. മഹത്തായ കാര്യങ്ങൾ, അത് വലിയ ആളാണെന്ന് പറയുക. ഓക്കെ. പിന്നെ ഗ്രേറ്റ് പേഴ്സൺ ആണ്, VIP ആണ്, ഇങ്ങനെയൊക്കെയാണ് പറയും. പിന്നെ അടുത്തത് ഡെലൂഷൻസ് ഓഫ് ഇൻഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ, ഞാനിത് ബ്രാക്കറ്റിൽ ജലസിന്ന് ഇട്ടിട്ടുണ്ട്. എന്നാലും ശകല വ്യത്യാസമുണ്ട് തമ്മിൽ, എന്നാലും വലിയ വ്യത്യാസമല്ല. ഡെലൂഷൻസ് ഓഫ് ഇൻഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ഡെലൂഷൻ ഇൻ വിച്ച് ദ പേഷ്യൻറ്റ് ഹാസ് ദി ഫോൾസ് ഐഡിയ ദാറ്റ് ഹിസ് പാർട്ട്ണർ, അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ ഹിസ് പാർട്ട്ണർ ഓർ ഹെർ ലവർ ഓർ പാർട്ട്ണർ ഈസ് നോട്ട് ഫെയ്ത്ത്ഫുൾ ടു ഹിം. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ആണായാലും പെണ്ണായാലും അവരുടെ മാരേജ് പാർട്ട്ണർ ആകാം, അല്ലെങ്കിൽ ലവറാകാം, ആരായാലും ഇവരോട് ഫെയ്ത്ത്ഫുൾ അല്ല എന്നുള്ള ഒരു മിഥ്യാധാരണ. അതാണ് ഡെലൂഷൻസ് ഓഫ് ഇൻഫിഡിലിറ്റി. ഓക്കെ. ഇപ്പം അതിനകത്ത് ശകലം വ്യത്യസ്തത വരുന്ന ഡെലൂഷൻസ് ഓഫ് ജലസ് എന്ന് പറഞ്ഞാൽ, അതായത് ഡെലൂഷൻസ് ദാറ്റ് ഹിസ് സെക്ഷുവൽ പാർട്ട്ണർ ഈസ് നോട്ട് ഫെയ്ത്ത്ഫുൾ. അതും പാർട്ട്ണറുമായിട്ടുള്ള ബന്ധമാണ്, പക്ഷെ അതിനകത്ത് സെക്സ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് സെക്ഷുവൽ പാർട്ട്ണർ അയാളുമായിട്ട് അല്ലെങ്കിൽ ശരിക്കും ഫെയ്ത്ത്ഫുൾ അല്ല. അതാണ് ഡെലൂഷൻസ് ഓഫ് ജലസി എന്ന് പറയുന്നത്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യമേ ഇൻഫിഡിലിറ്റിക്കകത്ത് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല, അല്ലാതെ തന്നെ പാർട്ട്ണർ, ലവർ, അവരാരും ഓപ്പോസിറ്റ് പാർട്ട്ണർ ആരാണോ അല്ലെങ്കിൽ ലവർ ആരാണോ അവർ ഫെയ്ത്ത്ഫുൾ അല്ല എന്ന് തോന്നുക. അത് തന്നെ കുറേ കൂടെ സ്പെഷ്യലൈസ്ഡ് വേയിൽ വന്നാൽ അവർ സെക്ഷുവൽ പാർട്ട്ണർ ഫെയ്ത്ത്ഫുൾ അല്ലെന്ന് പറയുന്നതാണ് ഡെലൂഷൻസ് ഓഫ് ജലസി. ഓക്കെ. അടുത്തത് ഡെലൂഷൻസ് ഓഫ് കൺട്രോളാണ്. അതിനകത്ത് ദിസ് ഈസ് എ ഫോൾസ് ഐഡിയ ഓഫ് ദി പേഷ്യൻറ്റ് ദാറ്റ് ഹിസ് will, thought or feelings are being controlled by external forces. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദാറ്റ് ഈസ് ഒന്നുകൂടെ പറയാം. എന്തെന്ന്? പേഷ്യൻറ്റ് having a false idea that the patient's will, thought and feelings are controlled by external forces. അതായത് എൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് പുറമേ നിന്നുള്ള ശക്തികളാണ് എന്ന് പേഷ്യൻറ്റിനൊരു മിഥ്യാധാരണ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡെലൂഷൻസ് ഓഫ് കൺട്രോൾ. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഡെലൂഷൻ ഓഫ് ഗിൽറ്റ്. അത് ഒരു കുറ്റബോധമാണ് അതിനകത്ത് മെയിൻലി വരുന്നത്. നമുക്കറിയാമല്ലോ, ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറ്റകരമായ ഫീലിങ്ങിനെയല്ലേ ഗിൽറ്റ് എന്ന് പറയുന്നത്. അവിടെ ഡെലൂഷൻസ് ഓഫ് ഗിൽറ്റിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഫോൾസ് ബിലീഫ് ദാറ്റ് patient is a sinner and he is responsible for the ruining or destruction of his family or society. അതായത് ഞാനൊരു മഹാപാപിയാണ്, ഞാൻ കാരണമാണ് എൻ്റെ വീടും ഈ നാടും ഈ സൊസൈറ്റിയൊക്കെ നശിച്ചു പോകാൻ കാരണം എന്ന് പേഷ്യൻറ്റിന് തോന്നുന്ന മിഥ്യാധാരണയ്ക്കാണ് നമ്മൾ പറയുന്നത് ഡെലൂഷൻസ് ഓഫ് ഗിൽറ്റ്. മനസ്സിലായല്ലോ. പിന്നെ അടുത്തത് സൊമാറ്റിക് ഡെലൂഷൻ. ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെയാണ് സംതിങ് റിലേറ്റഡ് വിത്ത് ബോഡി. സോമ എന്ന് പറഞ്ഞാൽ ബോഡി എന്നർത്ഥം. സൊമാറ്റിക് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫോൾസ് ഐഡിയ ഈസ് കൺസേൺഡ് വിത്ത് ഹിസ് ഇൽനെസ്. അതായത് അസുഖമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു ഫോൾസ് ബിലീഫ് പേഷ്യൻ്റ് ഉണ്ടാകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ ഫോൾസ് ബിലീഫ് ദാറ്റ് വൺസ് ബോഡി ഈസ് ചേഞ്ചിങ് ആൻഡ് റെസ്പോണ്ടിങ് ഇൻ സം അൺയൂഷ്വൽ വേ. അതായത് പേഷ്യൻ്റ് പറയുകയാണ്, എൻ്റെ ബോഡിയിലെ അവയവങ്ങളാകാം പലതും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്, അതെപ്പോഴും നോർമലായിട്ടല്ല എൻ്റെ ബോഡി എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് പേഷ്യൻ്റിനുള്ള മിഥ്യാധാരണയാണ് ഈ സൊമാറ്റിക് ഡെലൂഷൻ എന്ന് പറയുന്നത്. അതായത് എ ഫോൾസ് ബിലീഫ് ദാറ്റ് പേഷ്യൻസ് വൺസ് ബോഡി ഈസ് നോട്ട് ചേഞ്ചിങ് ആൻഡ്
റെസ്പോണ്ടിങ് ഇൻ സം അൺയൂഷ്വൽ വേസ്. മനസ്സിലായോ? സാധാരണ ഒരു നോർമൽ ഫിസിയോളജി ബോഡിക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, അനാറ്റമി ഉണ്ട്. പക്ഷേ ഈ പേഷ്യൻറ്റിന് അതുമായിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക. ചിലപ്പം എൻ്റെ റൈറ്റ് ഹാൻഡ് ചിലപ്പോൾ ചെറുതായിപ്പോയി, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് വലുതായിപ്പോയി, അങ്ങനെയൊക്കെയുള്ള ഓരോരോ അവയവങ്ങളെ ബന്ധപ്പെടുത്തി പേഷ്യൻ്റ് ഓരോന്നൊക്കെ പറയും. തന്നെയല്ല, ഇറ്റ് ഈസ് നോട്ട് റെസ്പോണ്ടിങ് ഇൻ സം, പേഷ്യൻ്റ് ടെൽസ് ദാറ്റ് ഇറ്റ് ഈസ് റെസ്പോണ്ടിങ് ഇൻ സം അൺയൂഷ്വൽ വേ. മനസ്സിലായല്ലോ? അതാണ് സൊമാറ്റിക് ഡെലൂഷൻ. അതും ഫോൾസ് ആയിട്ടുള്ള ഐഡിയ ആണ്. അതായത് എൻ്റെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു, അത് അസാധാരണമായ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് പേഷ്യൻ്റ് പറയുന്ന ഒരു ഫോൾസ് ബിലീഫാണ് സൊമാറ്റിക് ഡെലൂഷൻ. പിന്നെ നിഹിലിസ്റ്റിക് ഡെലൂഷനാണ് അടുത്തത്. ഈ നിഹിലിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഒന്നുമില്ലാത്ത അവസ്ഥ, ശൂന്യമായ അവസ്ഥ എന്നൊക്കെയാണ് നിഹിലിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് ഒരു ഫോൾസ് ഐഡിയ ദാറ്റ് ഇറ്റ് ഈസ് എ ഡെലൂഷണൽ ബിലീഫ് ദാറ്റ് സമ്മൺ ഓർ അതേഴ്സ് ഇൻ ദ വേൾഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് അയാൾക്ക് ചുറ്റുമുള്ള ആൾക്കാരോ ഈ ലോകം ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ വിതിൻ ഷോർട്ട് ടൈമിൽ ഇതെല്ലാം നശിച്ചു പോകും എന്നുള്ളൊരു ചിന്തയാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് നിഹിലിസ്റ്റിക് ഡെലൂഷൻ. എല്ലാം ശൂന്യമാകാൻ പോവുകയാണ്. ഈ ഞാനും നീയും നിങ്ങളും ഈ സൊസൈറ്റിയും ഈ ലോകം തന്നെ ഇപ്പോൾ അധികം നാളിന് ശേഷം ശൂന്യമായി പോകും. ചില പേഷ്യൻ്റ് ഇപ്പം തന്നെ അത് ശൂന്യമാണെന്ന് പറയും. മനസ്സിലായോ? ഒന്നുമില്ല, നിലനിൽപ്പില്ലായ്മയൊക്കെ ആണ് അത് കാണിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ഡെലൂഷണൽ ബിലീഫ് ദാറ്റ് oneself or others or the world does not exist. അത് ചില പേഷ്യൻ്റ് അങ്ങനെ പറയും. ഓർ ഇറ്റ് ഈസ് എബൌട്ട് ടു സീസ് ടു എക്സിസ്റ്റ്. ഇപ്പം കുറച്ചുനാളിനകം ഈ ലോകം തന്നെ ഇല്ലാതാകുക, ലോകം തന്നെ നശിച്ചു പോകുന്ന പേഷ്യൻ്റ് ഒരു ഫോൾസ് ഐഡിയ ഉള്ളതാണ് നിഹിലിസ്റ്റിക് ഡെലൂഷൻ. ഞാനും നിങ്ങളും മറ്റുള്ളവരും ലോകവും ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഇവയെല്ലാം തന്നെ ഉടനെ നശിക്കാൻ പോവുകയാണെന്ന് പേഷ്യൻറ്റിനുള്ള ഒരു മിഥ്യാധാരണ. അതാണ് നിഹിലിസ്റ്റിക് ഡെലൂഷൻ. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ടൈപ്സ് ഓഫ് ഡെലൂഷനിൽ എല്ലാം പഠിച്ചു. ഓക്കെ, ഇതിൽ പലതും പല പേഷ്യൻസും കാണിക്കും. പ്രത്യേകിച്ച് സൈക്കോട്ടിക് പേഷ്യൻസ് ആണ് ഇത് കൂടുതലും കാണിക്കുന്നത്. സൈക്കോട്ടിക് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, മേജർ മെൻ്റൽ ഇൽനെസ് ആണ് സൈക്കോസിസ്. ആ പേഷ്യൻസ് ആണ് കൂടുതലും ഇങ്ങനെയുള്ള കാണുന്നത്. നമ്മൾ സൈക്കോസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പം തന്നെ നമ്മൾ പഠിക്കാറുണ്ട്, ദിസ് എ ഡിസീസ് കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ഡെലൂഷൻസ് ആൻഡ് ഹലൂസിനേഷൻസ് ഒക്കെ പറഞ്ഞാൽ പഠിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ മേജർ മെൻ്റൽ ഇൽനെസ് ഉള്ള പേഷ്യൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റമാണ് ഡെലൂഷൻസ്. ഇതിലേതെങ്കിലുമൊക്കെ പേഷ്യൻസ് കാണിക്കും. മനസ്സിലായോ? അപ്പം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ പേഷ്യനെ അസസ് ചെയ്യുമ്പോഴോ ഒക്കെ തന്നെ പേഷ്യൻ്റെ തോട്ട് അസസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് അതിനകത്ത് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് തോട്ട് ഡിസോർഡർ ആണല്ലോ. അപ്പോൾ ഇതിൽ ഏത് തരം ഡെലൂഷൻസ് ആണ് പേഷ്യൻറ്റിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പേഷ്യൻറ്റിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻ്റെ സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രോസസ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് നമ്മളെല്ലാവരും പേഷ്യൻറ്റുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, നേഴ്സും പേഷ്യൻറ്റും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അത് നേഴ്സ് ചോദിക്കുന്ന ചോദ്യത്തിന് എഗൻസ്റ്റായിട്ട് പേഷ്യൻ്റ് ഉത്തരം പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻ്റെ ടോക്കിൽ വരുമ്പം അപ്പോൾ പേഷ്യൻറ്റ് സെറ്റ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പം പേഷ്യൻ്റെ ഇൻവേർട്ടഡ് കോമയിൽ പേഷ്യൻ്റെ ഓൺ സെൻറ്റൻസ് തന്നെ എഴുതിയിട്ട് നമ്മൾ ഇൻഫറൻസിൽ കൊണ്ടെഴുതും പേഷ്യൻ്റ് ഹാസ് ഗോട്ട് ഡെലൂഷൻസ് ഓഫ് കൺട്രോൾ. അല്ല, പേഷ്യൻ്റ് നമ്മളോട് പറയാം, ഞാനല്ല ഇതിൻ്റെ ഒന്ന് ഉത്തരവാദി, ഞാൻ എൻ്റെ മനസ്സുമല്ല, എന്നെ പുറത്തു നിന്നുള്ള ആൾക്കാരൊക്കെ എന്നെ കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ പേഷ്യൻ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുക, അത് ഏത് ആൾക്കാരാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയുമ്പം പേഷ്യൻ്റ് പറയും, ചിലപ്പം ആരുടെയെങ്കിലുമൊക്കെ പേര് റിലേറ്റ് ചെയ്തൊക്കെ പേഷ്യൻ്റ് പറയും. അപ്പം നമ്മൾ പറയും പേഷ്യൻ്റ് ഈസ് ഹാവിങ് ഡെലൂഷൻസ് ഓഫ് കൺട്രോൾ. മനസ്സിലായോ? അല്ലെ പേഷ്യൻ്റ് പറയും, ഞാനൊരു മഹാഭാവിയാണ്, അല്ലെങ്കിൽ ഞാൻ കാരണമാണ് എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നശിച്ചത് എന്നൊക്കെ പറഞ്ഞ് പേഷ്യൻ്റ് കരഞ്ഞുകൊണ്ടൊക്കെ വരും ചിലപ്പം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് പേഷ്യൻ്റെ ആ കമ്മ്യൂണിക്കേഷനിൽ നിന്നും പേഷ്യൻറ്റിനെ പ്രോസസ് റെക്കോർഡ് ചെയ്യുമ്പോഴോ പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ പേഷ്യൻ്റെ തോട്ട് അസസ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് നമ്മളുടെ ഈ പ്രൊസീജിയറിലൊക്കെ വരുന്ന ഈ കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് പേഷ്യൻറ്റുമായിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അന്നേരം പേഷ്യൻറ്റിൻ്റെ പല തോട്ടും പേഷ്യൻ്റെ സംസാരത്തിൽ കൂടെ വെളിയിൽ വരും. അപ്പം നമുക്ക് മനസ്സിലാവും ഈ പേഷ്യൻ്റ് ഏത് ഡെലൂഷനാണ് ഉള്ളതെന്ന്. എന്നിട്ട് നിങ്ങൾ കൺക്ലൂഷനിൽ കൊണ്ട് എഴുതുകയും വേണം വാട്ട് ടൈപ്പ് ഓഫ് ഡെലൂഷൻ പേഷ്യൻ്റ് ഈസ് ഹാവിങ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡെലൂഷൻസ് ഒക്കെ കൂടുതലും കാണിക്കുന്നത് സീരിയസ് മെൻ്റൽ ഡിസീസ് ഉള്ള പേഷ്യൻ്റാന്ന് പറഞ്ഞു. അപ്പം തന്നെ നമുക്കൊരു ഡയഗ്നോസിസിൽ എത്താൻ പറ്റും, ഇത് ഈ പേഷ്യൻ്റ് മൈനർ മെൻ്റൽ ഇൽനെസ് ഒന്നും ഉള്ള പേഷ്യൻ്റ് അല്ല, മേജർ മെൻ്റൽ ഇൽനെസ് ഉള്ള പേഷ്യൻ്റാണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ഓരോന്നും അർത്ഥവത്തായിട്ട് പഠിച്ചുകൊണ്ട് വേണം പോകാൻ. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് ഡെലൂഷൻസ് കഴിഞ്ഞു. ഇനിയും നമ്മൾ ഡെലൂഷൻ എന്ന് പറയുന്ന തോട്ട് ഡിസോർഡറിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തായിരുന്നു പഠിച്ചത്. അതിനകത്ത് ഡിസോർഡർ ഓഫ് കണ്ടന്റ് ഓഫ് തോട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞത് വിത്ത് ഡെലൂഷൻസ്. ഇനി അടുത്തത് ഡിസോർഡർ ഓഫ് പൊസഷൻ ഓഫ് തോട്ട്, അതാണ് നമുക്ക് അടുത്തായിട്ടുള്ളത്.
ഡിസോർഡർ ഓഫ് പൊസഷൻ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും പൊസസ് ചെയ്യുക. അതായത് പൊസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ആളിന് സ്വന്തമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. പൊസസ് ചെയ്യുന്ന തോട്ട്, അതായത് ഓരോ വ്യക്തിക്കും അവരുടേതായ സ്വന്തം ചിന്തകൾ കാണുമല്ലോ. അത് നോർമൽ വ്യക്തിക്കാണ് അയാളുടെ ചിന്തയുമായി അയാളുടെ ചിന്തയ്ക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് എന്താ, നോർമലായിരിക്കും, അല്ലെങ്കിൽ അത് മറ്റുള്ള അബ്നോർമൽ ആരും പറയത്തില്ല. ആ തരത്തിലുള്ള ചില പൊസഷൻസ് ആ നോർമൽ ചിന്തയുള്ള മനുഷ്യർക്കുള്ളത്. അതിൻ്റേതായ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നോർമലായിട്ടുള്ള ചിന്തയുള്ളവർക്ക് ചില പ്രത്യേക ആ ചിന്തയ്ക്ക് ചില പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് കാണും. എന്താ, അതായത് ആ വ്യക്തി പറയാം എൻ്റെ ചിന്ത എൻ്റേത് മാത്രമാണ്, അല്ലേ? അത് സത്യമല്ലേ? ഇപ്പം എൻ്റെ ചിന്ത എൻ്റേതാണ്, നിങ്ങളുടെ ചിന്ത നിങ്ങളുടേതാണ്, അത് വേറൊരാളുടെ ചിന്തയാണെന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പം ഒരു വ്യക്തിയുടെ സ്വന്തമായ ചിന്തയുടെ ഒരു പ്രത്യേകതയാണ് അത് അയാളുടെ മാത്രം സ്വന്തം ചിന്തകളാണ്, അല്ലേ? നിങ്ങളെല്ലാവരും എന്നോട് എഗ്രി ചെയ്യും. ഇപ്പോൾ എൻ്റെ ചിന്ത എൻ്റേതല്ലേ, വേറൊരാളുടെ അല്ലല്ലോ. അപ്പോൾ എൻ്റെ ചിന്ത എന്താണെന്ന് എനിക്കല്ലേ അറിയാൻ പറ്റൂ എന്ന് പറഞ്ഞ പോലെ ഓരോ വ്യക്തിക്കും അവരുടെ ചിന്ത അവരുടേതാണെന്ന് വ്യക്തമായി പറയാൻ പറ്റും. പിന്നെ അതിനകത്തുള്ളത് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് അവെയർ ഓഫ് ഹിസ് ഓൺ തോട്ട്. അതായത് ഓരോ വ്യക്തിക്കും അയാളുടെ ചിന്ത എന്തൊക്കെയാണ് എന്ന് അയാൾക്കറിയാം, വേറൊരാൾക്കും അറിയാൻ പറ്റില്ല. അയാൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ അയാളുടെ ചിന്ത എന്തൊക്കെയാണെന്ന്. പിന്നെ വേറൊന്ന്, ഹീ ഹാസ് കൺട്രോൾ ഓവർ ദം. അതായത് ഓരോ വ്യക്തിക്കും അവനവൻ്റെ ചിന്തകളെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലേ? ഇപ്പം ഞാൻ എൻ്റെ ചിന്ത എന്താണെന്നും അത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് എനിക്ക് പറ്റും, അതുപോലെ ഓരോ വ്യക്തിക്കും പറ്റും. മനസ്സിലായോ? ദെൻ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഹിസ് തോട്ട്സ് കനോട്ട് ബി റിവീൽ ടു അനദർ പേഴ്സൺ വിതൗട്ട് ഹിസ് വിൽ. അത് ശരിയല്ലേ? അത് ഓരോ വ്യക്തിക്കും അയാളുടെ ഉള്ളിലുള്ള ചിന്ത വേറൊരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അയാൾ തീരുമാനിക്കണം, അല്ലേ? വേറൊരാൾ തീരുമാനിച്ചാൽ എൻ്റെ മനസ്സിലെ ചിന്ത അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല, സംസാരിക്കുമ്പം പോലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീരുമാനിക്കുന്നത് എൻ്റെ ഉള്ളിലെ ചിന്ത എന്തൊക്കെ ആർക്കൊക്കെ എങ്ങനെ കൺവേ ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നോർമൽ ചിന്തയുള്ള ഒരാളിൻ്റെ പ്രത്യേകതയാണ്. മനസ്സിലായോ? എത്രയൊക്കെ ഫാക്ടേഴ്സാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം എന്ന്, അല്ലേ? അങ്ങനെ ഒരു പാട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തം എന്ന ഒരാളുടെ സ്വന്തം മനസ്സിന് എന്തർത്ഥമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമുക്ക് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. അതായത് ഓരോ വ്യക്തിയുടെയും ചിന്ത അയാളുടേത് മാത്രമാണ്, അതെന്താണെന്ന് അയാൾക്കറിയാം. നമ്പർ 2. നമ്പർ 3, അതായത് ഹീ ഹാസ് എ കൺട്രോൾ ഓവർ ഇറ്റ്. അതായത് ഓരോ വ്യക്തിക്ക് അയാളുടെ ചിന്തയിലൊരു കൺട്രോളുണ്ട്. പിന്നെ അയാളുടെ സമ്മതമില്ലാതെ ഓരോ വ്യക്തിയുടെയും ചിന്ത വേറൊരാളിലേക്ക് പോകാനും പറ്റില്ല. ഈ 4 ഫാക്ടേഴ്സ് ഓരോ വ്യക്തിയുടെ സ്വന്തം ചിന്തയുടെ പ്രത്യേകതകളാണ്. മനസ്സിലായോ? അത് നോർമലായിട്ടുള്ള ആളാണെങ്കിൽ ഇങ്ങനെയാണത് പോകുന്നത്. അതേസമയം ഒരു സൈക്കാട്രിക് പേഷ്യൻ്റ്, ഓരോ മനോരോഗിയോ ആകുമ്പം അയാൾക്ക് അയാളുടെ ചിന്തകളിൽ ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും കാണത്തില്ല. അയാൾക്ക് വളരെ വിചിത്രമായ ചിന്തകളാണ് അയാളോടൊപ്പം ഉള്ളത്. ഈ പറയുന്ന എൻ്റെ സ്വന്തം ചിന്തയാണെന്നോ, അല്ലെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ ഞാനറിയാതെ അത് വേറൊരാളിലേക്ക് പോകത്തില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ ഫാക്ടേഴ്സ് പറഞ്ഞല്ലോ. അതൊന്നും തന്നെ ഈ പറയുന്ന മാനസിക രോഗിക്കില്ല. ഹീ ഈസ് നോട്ട് ഹാവിങ് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ ഹിസ് ഓൺ തോട്ട്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് പേഷ്യൻ്റ് ഈസ് ഹാവിങ് ഡിസോർഡർ ഓഫ് പൊസഷൻ ഓഫ് തോട്ട് എന്ന്. മനസ്സിലായോ? ഇനി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് മെയിൻലി പറയുന്നതാണ് തോട്ട് ഇൻസേർഷൻ, തോട്ട് വിഡ്രോയൽ, തോട്ട് ഡിഫ്യൂഷൻ, തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്. ഞാൻ അതിനകത്ത് ഡിസോർഡർ ഓഫ് പൊസഷൻ ഓഫ് തോട്ടിൽ ഓൾറെഡി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മെയിൻലി 4 ടൈപ്പാണ് ഉള്ളത്. അതായത് തോട്ട് ഇൻസേർഷൻ, തോട്ട് വിഡ്രോയൽ, തോട്ട് ഡിഫ്യൂഷൻ ആൻഡ് തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്. ഇതാണ് ഈ വ്യക്തി കാണിക്കുന്ന അബ്നോർമലായ ചില ചിന്തകൾ. അതായത് മാനസിക രോഗിയുടെ കൈവശമുള്ള അബ്നോർമലായിട്ടുള്ള ചില ചിന്തകളാണ് ഈ പറഞ്ഞ തോട്ട് ഇൻസേർഷനും തോട്ട് വിഡ്രോയലും തോട്ട് ഡിഫ്യൂഷനും തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്. ഇനി നമ്മൾ ഓരോന്ന് നോക്കുന്നുണ്ടേ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് തോട്ട് ഇൻസേർഷൻ. തോട്ട് ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ ഇൻസേർട്ടിങ് ദ തോട്ട് എന്ന അതിൻ്റെ അർത്ഥം നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം. അതെന്താണ് അതിൻ്റെ അർത്ഥം? തോട്ട് ഇൻസേർഷൻ മീൻസ് ഇൻ ദിസ് ദ പേഷ്യൻറ്റ് തിങ്സ് ദാറ്റ് അതേഴ്സ് തോട്ട്സ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു ഹിസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഇൻസേർഷൻ. അതായത് നമ്മൾ പേഷ്യൻ്റ് പറയുന്നു മറ്റുള്ളവരുടെ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു. അതോ ദ തോട്ട് ഓഫ് അതേഴ്സ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു മൈ ഓൺ മൈൻഡ് എന്ന് പേഷ്യൻ്റ് പറയുന്നതാണ് തോട്ട് ഇൻസേർഷൻ. അതായത് മറ്റുള്ളവരുടെ ചിന്ത എൻ്റെ മനസ്സിലേക്ക് എത്തുന്നു എന്ന് പേഷ്യൻ്റ് തോന്നുക. അത് പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അതൊന്നും നമ്മുടെ ചിന്ത നമ്മളിൽ തന്നെ ഇരിക്കുന്നതാണ്, വേറൊരാളുടെ ചിന്ത അയാളിലാണ്. അതായത് അയാളുടെ സമ്മതമില്ലാതെ ഒരാളുടെ ചിന്ത വേറൊരാൾക്ക് കൺവേ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലെന്നും പറഞ്ഞു. അതൊക്കെ നോർമലാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ പേഷ്യൻ്റ് പറയും, എന്താ പറയുന്നത്, മറ്റുള്ളവരുടെ ചിന്ത എൻ്റെ മനസ്സിലേക്ക് എത്തുന്നു എന്ന് പേഷ്യൻ്റ് പറയും. മനസ്സിലായോ? അതാണ് തോട്ട് ഇൻസേർഷൻ.
Then second is thought withdrawal. In this abnormality of thought, the patient thinks that his thoughts are taken away from him. അതായത് ഇതിനകത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ തോട്ട് വിഡ്രോയല. അത് പേഷ്യൻ്റ് ചിന്തിക്കുന്നത് അയാളുടെ മനസ്സിൽ നിന്ന് ആരൊക്കെയോ ചിന്തകൾ കൊണ്ടുപോകുന്നു എന്ന് പേഷ്യന് തോന്നുന്നതിനാണ് തോട്ട് വിഡ്രോയൽ എന്ന് പറയുന്നത്. അതായത് പറ്റാത്തൊരു കാര്യമാണ്, പക്ഷേ പേഷ്യൻ്റ് അങ്ങനെ ഫീൽ ചെയ്യും. മനസ്സിലായി? നമുക്കാർക്കും പറ്റത്തില്ല. നമുക്ക് തന്നെ പറയാൻ പറ്റും എൻ്റെ മനസ്സിൽ നിന്ന് ആരെങ്കിലും തോട്ട് എടുത്തുകൊണ്ട് പോയെന്നോ മോഷ്ടിച്ചുകൊണ്ട് പോയെന്നോ പറയാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളറിയാതെ നമ്മുടെ വില്ലിങ്നെസ് അല്ലാതെ നമ്മുടെ തോട്ട് എങ്ങോട്ടും പോകത്തില്ല. പക്ഷേ ഈ പേഷ്യൻ്റ് പറയും, തോട്ട് വിഡ്രോയലിൽ പേഷ്യൻ്റ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇൻ ദിസ് അബ്നോർമാലിറ്റി ദ പേഷ്യൻ്റ് തിങ്സ് ദാറ്റ് ഹിസ് തോട്ട്സ് ആർ ടേക്കൺ അവേ ഫ്രം ഹിം. ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു, അയാളുടെ മനസ്സിൽ നിന്ന് അയാളുടെ ചിന്തകൾ എടുത്തുകൊണ്ട് പോകുന്നു എന്ന് തോന്നുക. അതാണ് തോട്ട് വിഡ്രോയൽ. അതായത് പേഷ്യൻ്റ് പറയും, എൻ്റെ ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് ആരൊക്കെയോ കൊണ്ടുപോകുന്നു. ചിലപ്പം ചിലരുടെ പേര് റെഫർ ചെയ്തൊക്കെ പേഷ്യൻ്റ് പറയും ആരാ കൊണ്ടുപോകുന്നെന്നും ഒക്കെ. അതാണ് തോട്ട് വിഡ്രോയൽ. ഇനി അടുത്തത് തോട്ട് ഡിഫ്യൂഷൻ. ഇതിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ, പേഷ്യൻ്റ് തിങ്സ് ദാറ്റ് ഹിസ് തോട്ട്സ് എസ്കേപ്പ് ഫ്രം ഹിസ് മൈൻഡ് ആൻഡ് ഇറ്റ് ബിക്കംസ് ആക്സസിബിൾ ടു അതേഴ്സ്. അതായത് അയാളുടെ മനസ്സിൽ നിന്ന് ചിന്തകൾ എസ്കേപ്പ് ചെയ്തിട്ട് അത് മറ്റുള്ളവരുടെ അടുത്ത് പോയി മറ്റുള്ളവർക്ക് അത് പിടിച്ചെടുക്കുക. അതാണ് പേഷ്യൻ്റ് പറയുന്ന തോട്ട് ഡിഫ്യൂഷൻ. പേഷ്യൻ്റ് തിങ്സ് ദാറ്റ് ഹിസ് തോട്ട്സ് എസ്കേപ്പ് ഫ്രം ഹിസ് മൈൻഡ് ആൻഡ് ബിക്കംസ് ആക്സസിബിൾ ടു അതേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്ന് ചിന്തകൾ എസ്കേപ്പ് ചെയ്യുന്നു, അത് മറ്റുള്ളവരിൽ എത്തുന്നു എന്ന് പേഷ്യൻ്റ് പറയുന്നതാണ് തോട്ട് ഡിഫ്യൂഷൻ. ഓക്കെ. അടുത്തത് തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇൻ ദിസ് ദ പേഷ്യൻ്റ് മേ സേ ദാറ്റ് തോട്ട്സ് ആർ റെഡ് അലൗഡ് ഇൻ പബ്ലിക്. അതായത് എൻ്റെ ചിന്തകൾ പബ്ലിക്കിന് അറിയാൻ തക്ക വിധത്തിൽ ഉറക്കെ വായിക്കപ്പെടുന്നു, അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ മറ്റുള്ളവർ അറിയാനോ പബ്ലിക് അറിയാനോ വേണ്ടി ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിനാണ് ഈ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. എന്നുവെച്ചാൽ നമുക്കറിയാമല്ലോ, റേഡിയോയിലൊക്കെ കേൾക്കുന്നത് ബ്രോഡ്കാസ്റ്റിംഗാണ്. അല്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ശബ്ദത്തിൽ സ്പീക്കർ വെച്ച് കേൾക്കുക ചെയ്യുന്നത് ഒത്തിരി ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനമാണ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ റിലേയിങ് എന്നൊക്കെ പറയുന്നത്. ഇവിടെയും പേഷ്യൻ്റ് അത് തന്നെയാണ് പറയുന്നത്, എൻ്റെ മനസ്സിലെ ചിന്തകൾ മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയും പബ്ലിക്ക് കേൾക്കാൻ വേണ്ടിയിൽ വായിക്കപ്പെടുന്നു, എൻ്റെ മനസ്സിലുള്ള ചിന്തകളെല്ലാം തന്നെ വായിക്കപ്പെടുന്നു അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പേഷ്യൻ്റ് തോന്നുന്നതാണ് തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്. അപ്പം ഡിസോർഡർ ഓഫ് പൊസഷൻ ഓഫ് തോട്ടിൽ ഇത്രമാത്രം വിചിത്രമായ തോട്ടാണ് ഒരു മാനസിക രോഗിയുടെ കൈവശമുള്ളത്. അതായത് തോട്ട് ഇൻസർഷൻ, തോട്ട് വിഡ്രോയൽ, തോട്ട് ഡിഫ്യൂഷൻ, തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്. ഓക്കെ. അപ്പോൾ ഇതോടെ നമ്മളുടെ ഡിസോർഡർ ഓഫ് തോട്ട് നമ്മൾ കഴിയുകയാണ്. അതായത് പലതരത്തിൽ ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിച്ചു. അതിനകത്ത് 4ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? അതായത് എളുപ്പത്തിന് വേണ്ടി അതിനെ ഡിവൈഡ് ചെയ്തായിരുന്നു. അതിനകത്ത് ഡിസോർഡർ ഓഫ് തോട്ടിനകത്ത് മെയിൻലി പഠിച്ച ഡിസോർഡർ ഓഫ് ഫോം ഓഫ് തോട്ട്, ഡിസോർഡർ ഓഫ് പ്രോഗ്രഷൻ ഓഫ് തോട്ട്, ഡിസോർഡർ ഓഫ് കണ്ടന്റ് ഓഫ് തോട്ട്, ഡിസോർഡർ ഓഫ് പൊസഷൻ ഓഫ് തോട്ട്. അപ്പോൾ അവസാനം വന്നത് പൊസഷൻ ഓഫ് തോട്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതും കൂടുതൽ പേഷ്യൻ്റ് കാണുന്നതുമായിട്ടുള്ള ഒരു ഡിസോർഡറാണ് ഡെലൂഷൻസ്. ഇതിനകത്ത് തന്നെ ഡെലൂഷൻസ് പലതരം ഉണ്ടെന്ന് ഇന്ന് പഠിച്ചു. ഡെലൂഷൻസ് അത് കൂടാതെ പിന്നെ ഉള്ളതാണ് ഡിസോർഡർ ഓഫ് പൊസഷൻ ഓഫ് തോട്ട്. അതിനകത്താണ് ഈ പഠിച്ച തോട്ട് ഇൻസർഷനും തോട്ട് വിഡ്രോയൽ, തോട്ട് ഡിഫ്യൂഷൻ, തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്നൊക്കെ പഠിച്ചത്. അപ്പോൾ ഇതോടുകൂടി ഡിസോർഡർ ഓഫ് പൊസഷൻ ഓഫ് തോട്ട് കഴിയുകയാണ്. നമ്മൾ തോട്ട് ഡിസോർഡർ അപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. അപ്പം ഇതോടുകൂടി ഇന്ന് ഞാൻ നിർത്തുകയാണ്. ഇതെല്ലാം ഗോത്രൂ ചെയ്യണം. അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യം അന്നൊന്നും ഗോത്രൂ ചെയ്യണം. നിങ്ങൾക്ക് സ്ലൈഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളെങ്കിൽ പോലും എന്നും പഠിച്ചു കഴിഞ്ഞ് സ്വന്തമായിട്ട് ഓൺ നോട്ട്ബുക്കിൽ നോട്ട് എഴുതുന്നതാണ് നല്ലത്. ഇതൊക്കെ മറന്നു പോകാതിരിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ള സബ്ജക്റ്റുമായിട്ടൊന്നും പോലെ അല്ല. ഇതെല്ലാം പുതിയ സിംപ്റ്റമറ്റോളജിയിലെല്ലാം പുതിയതാണ്. നിങ്ങൾക്ക് മെഡിക്കൽ സർജിക്കൽ പഠിക്കുന്ന പോലെ പീഡിയാട്രിക് സിംപ്റ്റമറ്റോളജി പഠിക്കുന്ന പോലെ ഒന്നും പെട്ടെന്ന് പഠിക്കാൻ ഇത് പറ്റത്തില്ല. ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ അറ്റൻഷൻ പേ ചെയ്ത് സൈക്യാട്രിയുടെ സിംപ്റ്റമറ്റോളജി പഠിക്കണം. ഇനിയും തീർന്നില്ല, ഇനിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാകാം. ഓക്കെ. ഞാൻ ഒരുപാട് പഠിപ്പിക്കാത്ത ഇതൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഇതായതുകൊണ്ട് ഒരുപാട് ലോഡ് ചെയ്യേണ്ട നിങ്ങളുടെ തലേന്ന് വിചാരിച്ചാണ് കുറച്ച് എടുക്കുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ അതുകൊണ്ട് അത് കൺസിഡർ ചെയ്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സമയം എടുത്ത് ഇത് പഠിക്കണം. ഓക്കെ. ശരി എന്നാൽ.